അല്ലാതെ ഒരാളും ശിക്ഷിക്കപ്പെടരുത്. ശരിക്കും തെറ്റ് ചെയ്തവർ തന്നെ ശിക്ഷിക്കപ്പെടണം. ഇത്രയും ക്രൂരമായിട്ട് ഇവൻ എൻ്റെ കൊച്ചിനെ കൊന്നപ്പോൾ അവൻ ശിക്ഷ അനുഭവിക്കണം, അവനെ തൂക്കിക്കൊല്ലണം എന്ന് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടിയാണ് ഇത്രയും വർഷങ്ങൾ ഞാൻ കാത്തുപിടിക്കുന്നത്. അതെന്തായാലും കോടതി ഇന്ന് നമുക്ക് വിധി അനുകൂലമായി അവനെ തൂക്കിക്കൊല്ലാൻ അന്ന് പറഞ്ഞു വെച്ചതുപോലെ ഇന്ന് വിധി ആനുകൂല്യം തൂക്കിക്കൊല്ലാൻ തന്നെയാണ് അവനെ അവിടെ ശരിവെച്ചിരിക്കുകയാണ് കോടതി. തെളിവില്ലാത്തൊരു കേസ് അന്വേഷിച്ച് കണ്ടുപിടിക്കുക, അത് തീർച്ചയായിട്ടും അത് ഗവൺമെന്റ് നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അത് ഏത് വിധേനയും അത് സത്യസന്ധമായിട്ട് അന്വേഷിച്ച് കണ്ടെത്തുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു ചുമതലയാണ്. തീർച്ചയായിട്ടും ആ വർക്കിലുള്ള ഒരു പ്രഷർ എപ്പോഴും ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീമിനുണ്ടാവും. അത് ഞങ്ങൾക്കുണ്ടായിരുന്നു. 100% സത്യസന്ധമായിട്ട് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു മാനിപ്പുലേഷനും ഇല്ലാതെയാണ് കേസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ മാത്രമേ പോലീസ് എപ്പോഴും ചെയ്യാവുള്ളൂ. ഈ കേസ് 100% എനിക്ക് ഉറപ്പുണ്ട് സൂപ്പർവൈസ് ചെയ്ത കേസ് എന്നുള്ള രീതിയിൽ അങ്ങനെയുള്ളൊരു കേസാണെന്ന്. സന്തോഷം. നാട് ആഗ്രഹിച്ച വിധിയാണ് ഈ പ്രശ്നത്തിനകത്ത് വിചാരണ കോടതിയിൽ നിന്നുണ്ടായത്. ആ വിധി പൂർണ്ണമായും ശരിവെക്കുകയാണ് ഇപ്പോൾ ഹൈക്കോടതി ചെയ്തിട്ടുള്ളത്. പ്രോസിക്യൂഷനും നല്ല രീതിയിൽ തന്നെയാണ് പ്രവർത്തിച്ചത്. രാജ്യത്തെ നടുക്കിയിട്ടുള്ള നിർഭയ കേസിന് സമാനമായി കേരളത്തെ ആകെ ഉലച്ച ഒരു കേസായിരുന്നു എന്നുള്ളത് ആ ഘട്ടത്തിൽ തന്നെ ചർച്ച ചെയ്തതാണ്. അപ്പം അതിൻ്റെ പൊതുവികാരമാകെ ഉൾക്കൊള്ളുന്ന രൂപത്തിൽ നീതിന്യായ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഒരേടായി ഈ വിധി വായിക്കപ്പെടുമെന്നാണ് ഞാൻ കരുതുന്നത്. ഹലോ, ഗുഡ് ഈവനിംഗ്. വെൽക്കം ടു ദ ഡിബേറ്റ്. പെരുമ്പാവൂരിലെ നിയമവിദ്യാർത്ഥിനിയുടെ കൊലപാതക കേസിൽ കൊടും കുറ്റകൃത്യം നടത്തിയ പ്രതി അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ ഹൈക്കോടതി ശരിവെച്ചു. കൊലപാതകം, ലൈംഗിക പീഡനം, അതിക്രമിച്ചു കയറൽ, മാരകമായി മുറിവേൽപ്പിക്കൽ തുടങ്ങി പ്രോസിക്യൂഷൻ ചാർത്തിയ ഏതാണ്ട് എല്ലാ കുറ്റങ്ങളും ഹൈക്കോടതി ശരിവെച്ചു. ഡൽഹി നിർഭയ കേസിന് സമാനമായ കേസ് എന്നാണ് വിധിന്യായത്തിൽ ഹൈക്കോടതി വിശേഷിപ്പിച്ചത്. സമൂഹത്തിനു വേണ്ടി നടപ്പാക്കുന്ന നീതി എന്നാണ് വിധി പ്രസ്താവത്തിൽ കോടതി സാക്ഷ്യപ്പെടുത്തിയത്. 8 വർഷങ്ങൾക്ക് മുമ്പ് പെരുമ്പാവൂരിലെ ഒറ്റമുറി വീട്ടിൽ ആയുധമേന്തിയെത്തിയ പ്രതിയുടെ ആക്രമണത്തിന് മുന്നിൽ പകച്ചുപോയ ഒരു പെൺകുട്ടി അത്രമേൽ ക്രൂരമായാണ് കൊല ചെയ്യപ്പെട്ടത്. അവളൊരു നിയമവിദ്യാർത്ഥിനിയായിരുന്നു. സാമ്പത്തിക പ്രാരാബ്ധത്തിലും അടച്ചുറപ്പില്ലാത്ത വീട്ടിന്റെ അരക്ഷിത ലോകത്ത് വളർന്ന ഒരു സാധു പെൺകുട്ടിയെ വന്യമായി കൊലപ്പെടുത്തിയ പ്രതിയുടെ വധശിക്ഷ നീതി ഉറപ്പിച്ച വിധിയും. പെരുമ്പാവൂരിൽ യുവതിയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലെ പ്രതിക്ക് തൂക്കുകയർ തന്നെയെന്നാണ് ഇന്ന് ഹൈക്കോടതി വിധിച്ചത്. കേസിലെ ഏക പ്രതി അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ ശരിവെച്ചിരിക്കുകയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. കൊലപാതകം ദില്ലി നിർഭയ കേസിന് സമാനമെന്ന് നിരീക്ഷിച്ചാണ് നടപടി. വധശിക്ഷ ശരിവെക്കുന്നു, പ്രതിയുടെ അപ്പീൽ തള്ളുന്നു. 2 വാചകത്തിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി പ്രസ്താവം. ആകെ 1 മിനിറ്റ് മാത്രം നീണ്ട നടപടിക്രമങ്ങൾ. ജസ്റ്റിസുമാരായ PB സുരേഷ് കുമാർ, S മനു എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റേതാണ് വിചാരണ കോടതി വിധി ശരിവെച്ച വിധി. ഡൽഹിയിലെ നിർഭയ കേസിന് സമാനമാണ് കൊലപാതകമെന്നും ഡിവിഷൻ ബെഞ്ചിന്റെ നിരീക്ഷണം. പ്രോസിക്യൂഷൻ വാദങ്ങളെല്ലാം അതേപടി അംഗീകരിച്ചാണ് ഏകപ്രതി അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷയ്ക്ക് ഡിവിഷൻ ബെഞ്ച് അംഗീകാരം നൽകിയത്. സമൂഹത്തിനെതിരായ കുറ്റകൃത്യമാണ് പ്രതി അമീറുൽ ഇസ്ലാം ചെയ്തത്. സമൂഹത്തിനു വേണ്ടി നടപ്പാക്കുന്ന നീതിയാണ് ശിക്ഷാവിധി. ഇത്തരമൊരു കുറ്റകൃത്യം ഇനിമേൽ സംഭവിക്കാതിരിക്കാനാണ് പ്രതിക്ക് വധശിക്ഷ നൽകിയത്. അമീറുൽ ഇസ്ലാമിനെ പോലെയുള്ളവർ ഉൾപ്പെടുന്ന സമൂഹത്തിൽ ഭീതിയോടെയല്ലാതെ ജീവിക്കാനാവില്ലെന്നും ഹൈക്കോടതിയുടെ നിരീക്ഷണം. ട്രയൽ കോടതിയുടെ ശിക്ഷ ഹൈക്കോടതി, ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇന്ന് കൺഫേം ചെയ്തിരിക്കുകയാണ്. ഇത് സമൂഹത്തിനുള്ളൊരു സന്ദേശമാണ്, സമൂഹത്തിലെ കുറ്റവാളികൾക്കുള്ളൊരു സന്ദേശമാണ്. കുറ്റം ചെയ്ത ഒരാളും രക്ഷപ്പെടില്ല എന്നുള്ള കോടതിയുടെ ശക്തമായൊരു താക്കീത് കൂടിയാണ് ഈ വിധി. ശിക്ഷാവിധി റദ്ദാക്കണമെന്നും വെറുതെ വിടണമെന്നുമുള്ള പ്രതി അമീറുൽ ഇസ്ലാമിന്റെ അപ്പീലും ഹൈക്കോടതി തള്ളി. ആന്തരികാവയവങ്ങളിൽ ആഴത്തിലേറ്റ മുറിവുകളായിരുന്നു യുവതിയുടെ മരണകാരണം. ഇതാണ് പ്രതിക്ക് നൽകിയ വധശിക്ഷ ശരിവെക്കാനുള്ള അപൂർവങ്ങളിൽ അപൂർവമായ കേസായി ഡിവിഷൻ ബെഞ്ച് അംഗീകരിച്ചത്. ആഴത്തിലുള്ള മുറിവുകൾ അതിക്രൂരമായ ആക്രമണമെന്ന നിരീക്ഷണവും ഡിവിഷൻ ബെഞ്ച് ശരിവെച്ചു. പ്രധാന തെളിവുകളായ 4 ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളും ഹൈക്കോടതി അംഗീകരിച്ചു. ഇങ്ങനെയൊരു കുറ്റകൃത്യം ഇനിമേൽ സംഭവിക്കരുത്, അതിന് ഉന്നത ബോധ്യത്തോടെ വധശിക്ഷ ശരിവെക്കുന്നുവെന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി. ഹൈക്കോടതിയിൽ നിന്നും ടീം റിപ്പോർട്ടറിനൊപ്പം റിപ്പോർട്ടർ ശ്യാം ദേവരാജ്, ഇൻ റിപ്പോർട്ടർ. പെരുമ്പാവൂരിലെ നിർഭയ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. പെരുമ്പാവൂരിലെ നിർഭയെ ജെ എന്ന ഒരൊറ്റ ഒരു അക്ഷരം കൊണ്ടാണ് ഇന്ന് കോടതി വിശേഷിപ്പിച്ചത്. ഈ പെൺകുട്ടിയുടെ സ്വകാര്യത മാനിച്ച് കോടതിയുടെ വിധിന്യായത്തിൽ ജെ എന്നാണ് രേഖപ്പെടുത്തിയത്.
ഈ വിഷയത്തിൽ നമ്മളോടൊപ്പം പ്രതികരിക്കാൻ അഡ്വക്കേറ്റ് NK ഉണ്ണികൃഷ്ണൻ, സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ, കൊല്ലപ്പെട്ട ഈ നിയമ വിദ്യാർത്ഥിനിയുടെ അമ്മ, ഒപ്പം ആദ്യഘട്ടത്തിൽ പ്രതിഭാഗത്തിനു വേണ്ടി വാദിച്ച അഡ്വക്കേറ്റ് BA ആളൂർ, ഒപ്പം ജിഷ ആക്ഷൻ കൗൺസിൽ ജനറൽ കൺവീനർ ഇസ്മയിൽ പള്ളിപ്പുറം എന്നിവർ ചേരുന്നു. ആദ്യം ഞാൻ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറിലേക്ക്. അഡ്വക്കേറ്റ് NK ഉണ്ണികൃഷ്ണൻ, അഭിനന്ദനങ്ങൾ. ആദ്യം പ്രോസിക്യൂഷൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഹൈക്കോടതി ശരിവെച്ചു. 4 പ്രധാനപ്പെട്ട ശാസ്ത്രീയ തെളിവുകൾ പ്രധാനമാണെന്ന് കണ്ടെത്തി. ഡൽഹിയിലെ നിർഭയ കേസിന് സമാനമായ കേസെന്ന് പ്രോസിക്യൂഷന്റെ വാദം ഹൈക്കോടതി പൂർണ്ണമായും ശരിവച്ചിരിക്കുന്നു. വധശിക്ഷയും ശരിവച്ചിരിക്കുന്നു. പക്ഷേ അപ്പോഴും ഇനിയും ചില ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട് എന്ന് ചിലരെങ്കിലും പറയുന്നു. ഒറ്റയ്ക്കാണോ ഈ പ്രതി കുറ്റകൃത്യം നിർവഹിച്ചത്? എന്തായിരുന്നു പ്രധാനപ്പെട്ട മോട്ടീവ്? ലൈംഗികാതിക്രമം മാത്രമായിരുന്നു? ഈ പ്രതി അമീറുൽ ഇസ്ലാമിന് പൂർവ്വ ക്രിമിനൽ പശ്ചാത്തലമില്ല എന്നതും ഈ കേസിലെ ഒരു പ്രതികൂല ഘടകമല്ലേ? തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ പലകുറി നമ്മൾ കേട്ടതാണ്. എല്ലാ സംശയങ്ങൾക്കുമുള്ള മറുപടിയാണോ ഇന്ന് ഹൈക്കോടതി ഈ വധശിക്ഷ ശരിവെച്ചുകൊണ്ടുള്ള വിധി? അഡ്വക്കേറ്റ് NK ഉണ്ണികൃഷ്ണൻ. അഭിനന്ദനങ്ങൾക്ക് നന്ദി. എനിക്ക് മാത്രമുള്ള ഒരു സംഗതിയല്ല. ഇത് ആരാണെന്ന് കണ്ടെത്താൻ പറ്റാത്ത പ്രതി ആരാണെന്ന് കണ്ടെത്താൻ പറ്റാത്ത ഒരു കൊലപാതകമായി തുടങ്ങിയ ഒരു കേസാണത്. ആ കേസിൽ ഈ കേസിൻ്റെ തുടക്കം മുതൽ തന്നെ അതിൻ്റെ അന്വേഷണത്തിൽ പ്രാഥമിക തെളിവുകൾ ശേഖരിച്ച ഉദ്യോഗസ്ഥന്മാരും പിന്നീട് ശാസ്ത്രീയമായ അന്വേഷണങ്ങളിലൂടെ പ്രതിയിലേക്ക് എത്തിച്ചേർന്ന അന്വേഷണ സംഘവും തുടർന്ന് ഈ കേസിൽ അഹോരാത്രം പണിയെടുത്ത ഒട്ടേറെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. ADGP ശ്രീമതി B സന്ധ്യയുടെ നേതൃത്വത്തിൽ ശ്രീ S ശശിധരൻ ഉൾപ്പെടുന്ന ടീം വളരെ കുറ്റമറ്റ രീതിയിൽ നടത്തിയ അന്വേഷണത്തിൻ്റെ ഫലമായാണ് ഇത്രയും നല്ല ഒരു കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കാൻ കഴിയുന്നത്. അവർ ശേഖരിച്ച തെളിവുകൾ, ആ തെളിവുകൾ ശാസ്ത്രീയ തെളിവുകളും മറ്റ് സാഹചര്യ തെളിവുകളും കോടതിയിൽ അവതരിപ്പിക്കുക എന്നതാണ് ഒരു പ്രോസിക്യൂട്ടർ എന്ന നിലയിലല്ല എൻ്റെ ജോലി. അത് ഞാൻ എൻ്റെ കഴിവിനൊത്ത് പരമാവധി നടത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ട്രയൽ കോർട്ടിലും ഞാൻ തന്നെയാണ് കേസ് നടത്തിയത്. ട്രയൽ കോർട്ടിലെ വിധി, വധശിക്ഷ പ്രതിക്ക് നൽകിയിട്ടുള്ള വിധി ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ശരിവച്ചിരിക്കുകയാണ്. ഇത് അപൂർവങ്ങളിൽ അപൂർവം എന്ന വിധിന്യായത്തിലേക്ക് എത്താനുള്ള പ്രധാനപ്പെട്ട കാരണമായി അങ്ങ് കോടതിയിൽ വാദിച്ചത് എന്തായിരുന്നു? എന്താണ് കോടതി ഇത് അപൂർവങ്ങളിൽ അപൂർവമായൊരു കേസായി തന്നെ രേഖപ്പെടുത്തിയത്? അത് ഈ വന്യതയാണോ പ്രധാനമായിട്ടും കോടതി കണക്കിലെടുത്തിരിക്കുന്നത്? അതിനുള്ള മറുപടിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ കേസ് നിർഭയ കേസിന് അപ്പുറത്തേക്ക് ഇത് പെരുമ്പാവൂരിലെ ഒരു പുറമ്പോക്കിൽ താമസിക്കുന്ന ഒരു അമ്മയും മകളും മാത്രം താമസിക്കുന്ന ഒരു കൊച്ചു വീടെന്ന് പറയാൻ പറ്റില്ല, ഒരു ഷെഡിൽ നമ്മളെ ബ്രോഡ് ഡേ ലൈറ്റിൽ, അതായത് പട്ടാപ്പകൽ ഒരു നിയമവിദ്യാർത്ഥിയായ ഒരു പെൺകുട്ടിക്ക് ഏറ്റ അതിക്രൂരമായ ഒരു പീഡനമാണ് ഈ കേസ്. അവരെ റേപ്പ് ചെയ്യാൻ ശ്രമിക്കുകയും റേപ്പിന് ശേഷം കൊലപ്പെടുത്തുകയും അതിക്രൂര 38 മുറിവുകൾ. ആ 38 മുറിവുകളിൽ അവരുടെ കഴുത്തിലുള്ള മുറിവുകൾ, വയറ്റത്തുള്ള മുറിവുകൾ, അവസാനം അവരുടെ വജീനയിൽ ഉള്ള ഒരു മുറിവ്, ആ മുറിവിലൂടെ അവരുടെ ആന്തരിക അവയവം പുറത്തു വന്ന് അതിക്രൂരമായ രീതിയിൽ, ഏറ്റവും പൈശാചികമായ രീതിയിലുള്ളൊരു കൊലപാതകമായത്. അത് ഇതിനൊരു കാരണമാണ്. ഈ റയറസ്റ്റ് ഓഫ് ദി റയർ കേസിലേക്ക് വരാനുള്ളൊരു കാരണം ആ മുറിവുകളൊരു പ്രധാന കാര്യമാണ്. പിന്നെ അവർ അൺഡിഫൻഡഡ് ആയിരുന്നു. അവർ വളരെ യാതൊരു ആയുധങ്ങളുമില്ലാതെ നിരായുധയായിട്ട് നിരാലംബയായി നിൽക്കുന്നൊരു പെൺകുട്ടി അവർ ഒരു ബ്രോഡ് ഡേ ലൈറ്റിൽ അവരെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്നു. അത് സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവമായിട്ട് മാറുന്നു. അതിലെ ഒരു ഇഞ്ചുറി നമ്പർ 31 ഉണ്ട്. 31ാമത്തെ ഇഞ്ചുറിയാണ് അവരെ ജനറ്റലിലുള്ള ഇഞ്ചുറി. അത് എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും ഒരു കേസിൽ അത്രമാത്രം. നിർഭയ കേസിലുണ്ട്. നിർഭയ കേസിൽ ഒരു കൂട്ടബലാത്സംഗമാണ്. ഇത് ഒറ്റയ്ക്കൊരാൾ ഈ എല്ലാം കഴിഞ്ഞിട്ട് അവസാനം അവരുടെ വിജയനയിൽ ഉണ്ടാക്കിയിട്ടുള്ള ആ മുറിവ് അത്രമാത്രം ക്രൂരവും ബീഭത്സവും ഭീകരവുമായ ഒരു മുറിവ്. ആ മുറിവ് ഇതൊരു റയറസ്റ്റ് ഓഫ് ദി റയർ കേസിലേക്ക് വരാനുള്ളൊരു കാരണമാണ്. പിന്നെ ഈ പെൺകുട്ടി നിരാലംബയാണ്. അവരുടെ ഭാഗത്തുനിന്നൊരു പ്രൊവോക്കേഷനില്ല, യാതൊന്നുമില്ല. അത്തരം ഒരു കേസിലാണത് റയറസ്റ്റ് ഓഫ് ദി റയർ കേസായിട്ട് കോടതി പരിഗണിക്കും. ഞാൻ മറ്റതിഥികളിലേക്ക് പോയതിനു ശേഷം അങ്ങയിലേക്ക് തിരികെ വരാം. വളരെ കൃത്യമായി അങ്ങ് വിശദീകരിച്ചു. കൊല്ലപ്പെട്ട വിദ്യാർത്ഥിനിയുടെ അമ്മ കൂടി നമുക്കൊപ്പം ചേരുന്നു.
ജെ എന്നാണ് അമ്മ ഇന്ന് കോടതി ഈ വിദ്യാർത്ഥിനിക്ക്, അമ്മയുടെ മകൾക്കിട്ടിരിക്കുന്ന പേര്, ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ കഴിയാത്തതുകൊണ്ട്. നീതി ലഭിച്ചു എന്നാണ് അമ്മ പറഞ്ഞത്, ഞാൻ കേട്ടു. പക്ഷേ അമീറുൽ ഇസ്ലാം മാത്രമാണോ ഇതിലെ പ്രധാനപ്പെട്ട പ്രതി എന്നൊരു ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ടോ? അമ്മ കേൾക്കാമെങ്കിൽ. അമ്മ, ഇതിൽ ഏക പ്രതിയാണ് അമീറുൽ ഇസ്ലാം മാത്രമാണ് ഈ പ്രതി എന്ന് അമ്മ ഇപ്പോഴും കണക്കാക്കുന്നുണ്ടോ? മറ്റു പ്രതികൾ ഉൾപ്പെടാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ടെന്നാണ് അമ്മ കണക്കാക്കുന്നത്? ഇപ്പോ നമ്മുടെ കോടതിയിൽ നിന്ന് രണ്ട് ജുഡീഷ്യന്മാർ കൂടിയാണ് അമീർ ഇസ്ലാമാണ് ഇത്രയും വലിയ എൻ്റെ മോളെ കൊന്ന ഈ കേസ് അവനാണ് ചെയ്തതെന്നുള്ളത് നമ്മുടെ ജുഡീഷ്യൻ കോടതി പറയുന്നതാണല്ലോ നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മുടെ ജഡ്ജിമാർ പറയുന്നത് സത്യസന്ധതയാണെന്നാണല്ലോ നമ്മൾ വിശ്വസിക്കുന്നത്. അതെ, അങ്ങനെ കരുതുന്നു. അതുകൊണ്ട് ഞാൻ ഇത് സത്യസന്ധതയോടു കൂടിയാണ് ഇത് വെച്ച്. കേൾക്കാം, ഇത് രണ്ടും പോയി. കേൾക്കാം അമ്മ. ഞാൻ അമ്മയിലേക്ക് തിരിച്ചു വരാം. എനിക്കൊന്ന് ശബ്ദ തടസ്സമുണ്ട്, സാങ്കേതിക തടസ്സമുണ്ട്. അത് പരിഹരിച്ചതിന് ശേഷം ഞാൻ തിരിച്ചു വരാം. അഡ്വക്കേറ്റ് ബി ആളൂർ പ്രതിക്ക് വേണ്ടി ആദ്യം ഹാജരായ അഭിഭാഷകനാണ്. അഡ്വക്കേറ്റ് ബി ആളൂർ, ഹൈക്കോടതിയും വിചാരണ കോടതിയുടെ വിധി ശരിവെച്ചിരിക്കുകയാണ്. അമീറുൽ ഇസ്ലാമിന് വധശിക്ഷ തന്നെ. പക്ഷെ അപ്പോഴും ഉത്തരം കണ്ടെത്താനാവാതെ ചില ചോദ്യങ്ങൾ കിടക്കുന്നുണ്ടോ ഈ കേസിൽ? തീർച്ചയായിട്ടും ഡോക്ടർ അരുൺ, ആ ഒരു കാര്യത്തിലേക്കാണ് ഒരു പക്ഷേ പ്രോസിക്യൂഷൻ മറച്ചു വയ്ക്കുന്ന കാര്യത്തിലേക്കാണ് ഒരു പ്രതിഭാഗം അഭിഭാഷകൻ ആദ്യ കാലത്ത് കേസ് നടത്തുക മാത്രമല്ല ഈ അപ്പീലും ഫയൽ ചെയ്തത് ഞാനാണ് എന്നുള്ള കാര്യം കൂടി അങ്ങയെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതിൽ പ്രധാനമായി 10-20 വാദങ്ങൾ അപ്പീൽ മെമ്മോ പരിശോധിച്ചാൽ അങ്ങേക്ക് കാണാൻ സാധിക്കും. പ്രധാനമായിട്ടും കൊണ്ടുവന്ന വാദങ്ങൾ എന്ന് പറയുന്നത് സാഹചര്യ തെളിവുകൾ കൊണ്ട് മാത്രം ഒരാൾക്ക് എതിരെ ഒരു കുറ്റം തെളിഞ്ഞാൽ അതിൽ ഡെത്ത് പെനാൽറ്റി കൊടുക്കാൻ സാധിക്കുമോ? 2, എന്തെല്ലാം സാഹചര്യ തെളിവുകളാണ് പ്രതിക്കെതിരെ കൊണ്ടുവന്നിരിക്കുന്നത്? ഈ സാഹചര്യ തെളിവുകൾ കൊണ്ട് മാത്രമാണോ ഈ പറയുന്ന കുറ്റം തെളിയിക്കപ്പെട്ടത്, അതോ ശാസ്ത്രീയ തെളിവുകൾ അതിനെ വിഘാതമായി നിൽക്കുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി പുനഃപരിശോധിക്കണമായിരുന്നു. എന്നാൽ അത്തരമൊരു പുനഃപരിശോധന ഈ പറയുന്ന ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള മാത്രമല്ല, ഒരു ഡിഫൻസ് വിറ്റ്നസ് എന്ന നിലയിൽ മുൻ DGP ആയ സെൻകുമാർ അവർകളെ ഞാൻ കോടതിയിലേക്ക് സമൻസ് അയക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. സെൻകുമാർ എന്ന് പറയുന്ന മുൻ DGP അവർകൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ശാസ്ത്രീയ തെളിവുകൾ നിരത്തുന്നതിൽ, ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുന്നതിൽ ഒരു പക്ഷേ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്നുള്ള ഒരു കാര്യം അദ്ദേഹം തുറന്നു പറയാൻ മടിച്ചിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തെ സാക്ഷിയായി കൊണ്ടുവന്നാൽ എന്തെല്ലാം ശാസ്ത്രീയ തെളിവുകളാണ് പ്രോസിക്യൂഷനെ നിരത്തുവാനായിട്ട് സാധിക്കാതിരുന്നത്, എത്രമാത്രം കൃത്രിമമാണ് പ്രോസിക്യൂഷൻ ശാസ്ത്രീയമായ തെളിവുകളിൽ കാണിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഒരു പക്ഷേ പുറത്തേക്ക് വരുമായിരുന്നു. അപ്പോൾ 2 കാര്യങ്ങളും, സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും ഇണക്കിക്കൊണ്ട് സംശയാതീതമായി കേസ് തെളിയിക്കാൻ സാധിച്ചു പ്രോസിക്യൂഷന് എന്നുള്ള അവകാശവാദം ഒരു പക്ഷേ കീഴ്ക്കോടതിയിലും ഒരുപക്ഷെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലും അംഗീകരിച്ചെങ്കിൽ പോലും ഈ കേസ് മുന്നോട്ട് പോകുമ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഈ കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ ഇത്രമാത്രം തെളിവുകൾ ഒരേ രീതിയിൽ നിരത്താൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു കാര്യം കൂടി ഈ പറയുന്ന ജഡ്ജ്മെന്റും അതുപോലെ തന്നെ മൊഴികളും കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ അത് സാധ്യമല്ല എന്നാണ് ഡോക്ടർ അരുൺ ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ അപ്പോഴും അഡ്വക്കേറ്റ് ആളൂർ നോക്കൂ, ഈ കേസിൽ ഏറ്റവും പ്രധാനമായും കോടതി വിശ്വസിച്ചിരിക്കുന്നത് സാഹചര്യ തെളിവുകൾക്കും അപ്പുറം ശാസ്ത്രീയമായ തെളിവുകളാണ്. ജിഷയുടെ നെയിൽ ക്ലിപ്പിൽ നിന്നും കണ്ടെത്തിയ പ്രതിയുടെ DNA വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലേതെങ്കിലും വിധത്തിൽ കൃത്രിമം നടത്തുക സാധ്യമല്ല. ചുരിദാർ ടോപ്പിൽ നിന്നും ഉമിനീരിൽ നിന്നും വേർതിരിച്ചെടുത്ത പ്രതിയുടെ DNA അതിലും കൃത്രിമം നടത്തുക സാധ്യമല്ല. ചുരിദാർ സ്ലീവിലെ രക്തക്കറയിൽ നിന്ന് വേർതിരിച്ചെടുത്ത പ്രതിയുടെ DNA അവിടെയും അത് സാധ്യമല്ല. ഇനി ആ വീടിൻ്റെ ഡോർ ഫ്രെയിമിൽ നിന്നും വേർതിരിച്ചെടുത്തിയ രക്തക്കറയിൽ നിന്നും വേർതിരിച്ചെടുത്തിരിക്കുന്ന പ്രതിയുടെ DNA ഇതെല്ലാം പ്രധാനപ്പെട്ട തെളിവുകളാണ്. അപ്പോൾ സംശയാതീതമായി ഈ DNA പരിശോധനയിലൂടെ പ്രതിയുടെ സാന്നിധ്യം
ഈ പെൺകുട്ടിയുടെ വീട്ടിലും പെൺകുട്ടിയുടെ ശരീരത്തിലും ശരീരഭാഗങ്ങളിലും ഉണ്ടായിരുന്നു എന്നുള്ളത് പ്രോസിക്യൂഷന് തെളിയിക്കാൻ സാധിച്ചിരിക്കുന്നു. മാത്രവുമല്ല, പ്രതി ഉപയോഗിച്ചു എന്ന് സംശയിക്കുന്ന കത്തിയിലും DNA പരിശോധന നടത്തിയിട്ടുണ്ട്, അതും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. പ്രതിയുടെ ചെരുപ്പിൽ നിന്ന് കണ്ടെത്തിയ ജിഷയുടെ DNA ഉണ്ട്, അതും പ്രധാനപ്പെട്ട തെളിവുകളാണ്. അപ്പോൾ പരസ്പരം DNAകൾ ക്രോസ് മാച്ച് ചെയ്തുകൊണ്ടാണ് കോടതി ഈ വിധി പ്രോസിക്യൂഷന്റെ വാദം അംഗീകരിച്ചിരിക്കുന്നത്. ബിയാളൂർ സാഹചര്യ തെളിവുകൾ മാത്രമല്ല. ഡോക്ടർ അരുൺ, അങ്ങയിലേക്ക് ഞാൻ അതിനാണ് വരുന്നത്. ഇവിടെ പ്രോസിക്യൂഷൻ പറയുന്ന 4 പ്രധാനപ്പെട്ട DNA തെളിവുകളാണ്. അങ്ങ് അത് 6 പ്രധാനപ്പെട്ട തെളിവുകളാക്കി. പക്ഷേ ഈ 4 പ്രധാനപ്പെട്ട തെളിവുകളും ഈ പറയുന്ന DNA പ്രതിയുടേതാണ് എന്ന് പ്രതി ഒരിക്കലും സമ്മതിക്കുന്നില്ല. കാരണം പ്രതിയുടെ DNA ടെസ്റ്റും അതുപോലെ അവിടെ കൊണ്ടുവന്ന DNA ടെസ്റ്റും രണ്ടും ഒന്നുകൂടി പരിശോധിച്ചാൽ ഒരു പക്ഷേ ഈ DNA പ്രതിയുടെ ആകില്ല. കാരണം ആ പറയുന്ന ക്രോസ് മാച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ അതേ സംവിധാനത്തിൽ നിന്നുകൊണ്ടാണ് ഈ പറയുന്ന ക്രോസ് മാച്ച് പരിശോധിക്കുന്നത്. ആ ഒരു സാഹചര്യ തെളിവുകൾ ഒരു പക്ഷേ സംശയാതീതമായി കൊണ്ടുവരാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞോ, അല്ലെങ്കിൽ വീണ്ടും പ്രതിയുടെ DNA വിട്ടുകൊണ്ട് പരിശോധിച്ചാൽ ഈ DNA തന്നെയാണോ ആ DNA എന്നുള്ള ഒരു സത്യം ഇപ്പോഴും മറഞ്ഞു നിൽക്കുന്നു എന്ന് വിശ്വസിക്കുന്ന അഭിഭാഷകനാണ് ഞാൻ. പ്രതിയുമായി സംസാരിച്ചതാണ്. അപ്പോൾ പ്രതി പറയുന്നത് എൻ്റെ ശരീരത്തിൽ നിന്ന് യാതൊരു രക്തവും ഈ പറയുന്ന പോലീസ് സംവിധാനത്തിൽ നിന്നുള്ള ആളുകൾ എടുത്തിട്ടില്ല, അത് പരിശോധിക്കാൻ അയച്ചിട്ടില്ല. അപ്പോൾ ഈ പറയുന്ന DNA റിപ്പോർട്ടിൽ വരുന്ന പറയുന്ന DNA സാമ്പിളിംഗ് DNA മാച്ചിങ് പ്രതിയുടെ തന്നെതാണോ എന്നുള്ള ഒരു കാര്യത്തിൽ പോലും സംശയമുണ്ട്. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ DNA ശേഖരിച്ചുകൊണ്ട് അത് തന്നെ DNA റിപ്പോർട്ടിന് അയക്കുകയും അതിൻ്റെ റിപ്പോർട്ട് വരികയും ചെയ്താൽ ഒരിക്കലും താങ്കൾ പറയുന്ന രീതിയിൽ മാറ്റമുണ്ടാകില്ല. ആ മാറ്റത്തിനാണ് ഇനി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ പ്രതി ഒരു സാമ്പിളിലയച്ച DNA ടെസ്റ്റിൽ തന്നെ താങ്കൾക്ക് സംശയമുണ്ട് എന്നാണ് താങ്കൾ പറയുന്നത്. ഒരു പക്ഷേ ഒരു വിഭാഗം ആളുകൾ നേരത്തെ ഈ സംശയം പ്രകടിപ്പിച്ചു. പക്ഷേ അതിനെ റദ്ദു ചെയ്യുന്ന ചില മൊഴികൾ കൂടി പ്രതിയുടെ കുടുംബാംഗങ്ങളുടെ അടുത്ത് നിന്ന്, പ്രതിയുടെ ഒപ്പം താമസിച്ചിരുന്ന ആളുകളുടെ ഭാഗത്തു നിന്നൊക്കെ ലഭിച്ചിട്ടുണ്ട്. ഞാനത് ഡീറ്റെയിലിംഗിലേക്ക് പോകുന്നില്ല. പക്ഷേ താങ്കൾ പറഞ്ഞൊരു സംശയം ആ ഘട്ടത്തിൽ അവിടെ നിൽക്കുന്നുണ്ട്. ഇസ്മയിൽ പള്ളിപ്പുറം ആക്ഷൻ കൗൺസിൽ ജനറൽ കൺവീനറാണ്. ഇസ്മയിൽ പള്ളിപ്പുറം, ഈ കേസിൽ അമീറുൽ ഇസ്ലാമിന്റെ മോട്ടീവ് നേരത്തെ ഈ പെൺകുട്ടി അറിയാമായിരുന്നോ? ഈ അമീറുൽ ഇസ്ലാം തന്നെ ആദ്യം കൊടുത്തിരിക്കുന്ന മൊഴിയിൽ തന്നെ കളിയാക്കി ചിരിച്ചതിലുള്ള വൈരാഗ്യം നിമിത്തം എന്നൊക്കെ പറയുന്നത് ഒരു കൊലപാതകത്തിലേക്ക് എത്താവുന്ന പ്രധാനപ്പെട്ട മോട്ടീവായി കണക്കാക്കാൻ കഴിയില്ല എന്ന് തുടക്കത്തിൽ തന്നെ സംശയമുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഇങ്ങോട്ട് ശാസ്ത്രീയമായ തെളിവുകൾ വെച്ച് പ്രോസിക്യൂഷനും അന്വേഷണ സംഘവും കണ്ടെത്തിയ തെളിവുകളെ ഹൈക്കോടതിയും വിചാരണ കോടതിയും ശരിവെക്കുമ്പോൾ ബി ആളൂർ പറയുന്നത് പോലെ ഒരു ഗൂഢാലോചന സിദ്ധാന്തം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇസ്മയിൽ പള്ളിപ്പുറം? ഡോക്ടർ അരുൺ, ഇവിടെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, ഈ ജിഷയുടെ മരണം നടന്ന ശേഷം ആ പ്രതികളെ കണ്ടെത്തുകയും അവരെ അറസ്റ്റ് ചെയ്യുകയും അവരെ തക്കതായ ശിക്ഷ നൽകിക്കൊണ്ട് ജിഷയ്ക്ക് നീതി നൽകുകയും ചെയ്യേണ്ടിയിരുന്നത് ലോക്കൽ പോലീസാണ്. ആ പോലീസ് ആദ്യ കാലഘട്ടത്തിൽ ആ കേസ് ഒന്നടങ്കം മട്ടിമറിച്ചു. ആ കേരളീയ പൊതുസമൂഹത്തിന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നീട് എന്താണ് സംഭവിച്ചത്? അവരെ മാറ്റിക്കൊണ്ട് രണ്ടാമത് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷം അധികാരത്തിൽ വന്നപ്പോൾ പുതിയ ഒരു അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. ആ അന്വേഷണ സംഘമാണ് ഈ പ്രതിയെ പിടിച്ചിരിക്കുന്നത്. ഇവിടെ ആരാണോ ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടി കൂട്ടുനിന്നത്, ആരാണോ കൃത്രിമ തെളിവ് ഉണ്ടാക്കിക്കൊണ്ട് കേസ് അട്ടിമറിച്ചത്, അവരുടെ തെളിവ് തന്നെ വച്ചിട്ടാണ് രണ്ടാം അന്വേഷണ സംഘം പ്രതിയെ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള എന്താ, ഒന്നാമത്തെ അന്വേഷണ സംഘം ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയെ ഡെമ്മി പ്രതിയെ വെച്ചുകൊണ്ടും ഈ കേസിൽ അട്ടിമറിക്കാൻ വേണ്ടി നടത്തിയ തെളിവുകളെ ആധാരമാക്കിക്കൊണ്ടും അവരെടുത്ത കൃത്രിമ തെളിവ് മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ വിചാരണ നടന്നിരിക്കുന്നത്. ഈ പ്രതി ഞാനും എൻ്റെ സഹപ്രവർത്തക അമ്പലി ഒമ്മക്കുട്ടും കൂടിക്കൊണ്ട് വിയൂർ ജയിലിൽ പ്രതിയെ കാണാൻ വേണ്ടി ചെന്നിരുന്നു ഇപ്പോൾ അടുത്ത കാലഘട്ടത്തിൽ. അപ്പോൾ പ്രതി ഞങ്ങളോട് പറഞ്ഞത്, ഈ പ്രതി അതായത് മെയ് ആദ്യവാരം, മെയ് 2ാമത്തെ ആഴ്ച ഇലക്ഷൻ തൊട്ട് മുമ്പ്, സംസ്ഥാന ഇലക്ഷൻ തൊട്ട് മുമ്പ് ആസാമിലാണ്. ആ സമയത്ത് കേരള പോലീസ് പ്രതിയെ വിളിച്ചു, ആസാമിലേക്ക് വിളിച്ചു. എത്രയും പെട്ടെന്ന് ആലുവയിലേക്ക് എത്തുവാൻ പറഞ്ഞു. അങ്ങനെ ആലുവയിലേക്ക് എത്തുവാൻ പറഞ്ഞു. ആലുവയിലേക്ക് എത്തിയപ്പോൾ 3 പ്രാവശ്യം ജ്യേഷ്ഠൻ ബഹാറുദ്ദീൻ്റെ കൂടെ ആലുവ പോലീസ് ക്ലബ്ബിൽ പ്രതി എത്തിയിട്ടുണ്ട്. സ്വാഭാവികമായിക്കൊണ്ട് ആ സമയത്ത് ആ പ്രതിയിൽ നിന്ന് ആ ബ്ലഡ് എടുത്തില്ല എന്നാണ് ഉറപ്പ്. അതിനുശേഷം അവിടെ നിന്നാണ് അദ്ദേഹം തമിഴ്നാട്ടിലേക്ക് പോകുന്നത്. പിന്നീടാണ് 1 മാസത്തിന് ശേഷമാണ് ഈ പ്രതി അറസ്റ്റ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഇതെല്ലാം ക്രിയേഷനാണ്. ഈ പറയപ്പെടുന്ന ഒരു വാദങ്ങളും നിലനിൽക്കുന്നതല്ല. ഒരു നിമിഷം ഇസ്മായിൽ, ഈ പ്രതി എപ്പോഴെങ്കിലും അമീറുൽ ഇസ്ലാം ഈ രക്തം എടുത്തിരുന്നുവെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ?
അതായത് ആദ്യഘട്ടത്തിൽ അന്വേഷണം നടക്കുന്ന സമയത്ത് DNA ടെസ്റ്റിന് പോകുന്നതിന് മുമ്പ്, പ്രതിയെന്ന് സംശയിക്കുന്നതിന് മുമ്പ് DNA ടെസ്റ്റിന് വേണ്ടിയിട്ട് രക്തമെടുത്തു എന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പ്രതി അറസ്റ്റ് ചെയ്യപ്പെടുന്നതിന് 1.5 മാസം മുമ്പ് ആലുവയിലേക്ക് വിളിച്ചു വരുത്തിയെന്നും ഞാൻ 3 പ്രാവശ്യം ആലുവ പോലീസ് ക്ലബിൽ ചെന്നു എന്ന് പ്രതി പറഞ്ഞിട്ടുണ്ട്. ആ പോലീസിന്റെ കസ്റ്റഡിയിൽ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ പ്രതി പെട്ടിട്ടുള്ള കാര്യം ഉറപ്പാണ്. പക്ഷെ അപ്പോഴും ഈ പ്രതി പറയുന്നില്ല തന്റെ രക്തം ഇതിന് മുൻപ് എടുത്തിട്ടുണ്ട് എന്ന്. പ്രതി പറയാത്ത സാഹചര്യത്തിൽ നമ്മളത് അനുമാനിക്കുന്നതിൽ എന്തർത്ഥം? അല്ല, കസ്റ്റഡിയിൽ ചെന്നിട്ടുണ്ടെന്നാണ് നമുക്ക് പറയാൻ കഴിയുള്ളൂ. ആ സമയത്ത് പുതിയ പ്രതി എത്രമാത്രം അങ്ങനെ ഒരു ആരോപണം പ്രതിക്ക് പോലുമില്ല. അല്ല, അവിടെ പ്രതിക്കില്ല എന്നുള്ളത് കൊണ്ട് ഒരാൾ കസ്റ്റഡിയിൽപ്പെട്ട പ്രതി എത്രമാത്രം ബോധവാന്മാരാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് പ്രതിക്ക് പറയാൻ കഴിയില്ലല്ലോ. അല്ല, പക്ഷെ അത് വളരെ വിചിത്രമായിരിക്കും. മാത്രമല്ല അത് കഴിഞ്ഞതിന് ശേഷം ഈ പെൺകുട്ടിയുടെ കയ്യിലെ DNA സാമ്പിളിൽ ഈ പ്രതിയുടെ DNA സാമ്പിൾ എങ്ങനെ വരും? അരുൺ, പ്രതി അവിടെ ചെന്ന ശേഷമുള്ള ഡേറ്റിലാണ് ഹൈദരാബാദ് വെച്ചിട്ട് ഈ പ്രതി DNA തിരിച്ചറിയപ്പെടുന്ന ടെസ്റ്റ് നടത്തിയിരിക്കുന്നത്. അല്ല, പ്രതിയുടെ DNA എടുക്കുന്നത് എപ്പോഴോ ആവട്ടെ, പക്ഷേ ഈ സംഭവ സ്ഥലത്ത് നിന്നും ഇൻക്വസ്റ്റ് തയ്യാറാക്കി പോസ്റ്റ്മോർട്ടം ചെയ്ത് ഈ പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്ന് ഈ നെയിൽ ക്ലിപ്പിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന ഈ DNA ഉണ്ടല്ലോ, അതെങ്ങനെ പിന്നീട് ആ ബോഡിയിൽ തിരികെ കയറ്റാൻ പറ്റും? ഇതൊക്കെ നടന്നാൽ കേരളത്തിൽ ഒരു വലിയ രീതിയിലുള്ളൊരു തെളിവുകൾ അട്ടിമറിക്കപ്പെടുകയില്ല. അങ്ങനെ നമ്മൾ കേട്ടുകേൾവി പോലും ഇല്ലല്ലോ. അല്ല, ഇവിടെ സ്വാഭാവികമായിട്ടുണ്ടാവും, ഒരു കുട്ടി മരണപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ദളിത് കുട്ടിയാണ് ഇൻക്വസ്റ്റ് തയ്യാറാക്കണം. അപ്പോൾ പഞ്ചായത്തുകാർ നിർബന്ധപൂർവ്വം പറഞ്ഞതാണ്, അത് നടത്തിയില്ല. ശേഷം പഞ്ചായത്തുള്ള സാധാരണ ജനങ്ങളെ വെച്ചുകൊണ്ട് ഇൻക്വസ്റ്റ് തയ്യാറാക്കി. ശേഷം ആ ബോഡി എന്താണ് ചെയ്തത്? എത്രയും പെട്ടെന്ന് കുറുമ്പ് പോലീസിൻ്റെ ലെറ്ററോട് കൂടി പെട്ടെന്ന് എന്ത് ചെയ്തു? സംസ്കരിച്ചു, അല്ലെങ്കിൽ വൈദ്യ ശ്മശാനത്തിൽ സംസ്കരിക്കപ്പെട്ടു. എല്ലാ തെളിവുകളും 1ാം ഘട്ടത്തിൽ പൂർണ്ണമായിട്ടും നശിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം ഉണ്ടാക്കിയിരിക്കുന്ന കൃത്രിമ തെളിവാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത്. എനിക്കത് മനസ്സിലായി. പക്ഷേ എൻ്റെ ആർഗ്യുമെന്റ് ഇതാണ്, ജിഷയുടെ നെയിൽ ക്ലിപ്പിംഗിൽ നിന്നും കണ്ടെത്തിയ പ്രതിയുടെ DNA എന്ന് പറയുന്നു. അപ്പോൾ ജിഷയുടെ നെയിൽ ക്ലിപ്പിൽ നിന്ന് DNA സാമ്പിളിന് വേണ്ടിയിട്ടൊരു സാമ്പിൾ കണ്ടെത്തിയിട്ടുണ്ടാകുമല്ലോ. അതെങ്ങനെയാണ് പിന്നീട് ഒരു ദിവസം ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യാൻ കഴിയുക? ക്ഷമിക്കണം, ഈ പെൺകുട്ടിയുടെ പേര് പറയാൻ നമുക്ക് കഴിയില്ല, ജെ എന്നാണ്, ഞാനത് പിൻവലിക്കുന്നു. പെരുമ്പാവൂരിലെ നിയമവിദ്യാർത്ഥിനിയുടെ നെയിൽ ക്ലിപ്പിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്ന DNA സാമ്പിൾ ഉണ്ടല്ലോ, ആ DNA സാമ്പിൾ എങ്ങനെയാണ് പിന്നീട് അവിടെ തിരികെ കയറ്റാൻ കഴിയുക? അല്ല, ആ DNA സാമ്പിൾ എപ്പോഴാണ് കോടതിയിൽ അല്ലെങ്കിൽ പരിശോധന കഴിച്ചത്, എന്നാണ് റിപ്പോർട്ട് നൽകേണ്ടത് എന്നുള്ള കാര്യം സൂക്ഷ്മമായിട്ട് പരിശോധിക്കേണ്ടത്. അത് വിശ്വസനീയ സാഹചര്യമല്ല ആ കാലഘട്ടത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾക്ക് നിലവിൽ ഒരു വിശദമായ അന്വേഷണമാണ് ആവശ്യം. റൈറ്റ്, ഓക്കെ. അതാണ് ഇസ്മായിലും സംഘവും ആവശ്യപ്പെടുന്നത്. ഞാൻ അമ്മയിലേക്ക് കൂടി വന്നാൽ, അമ്മ, ഇതിൽ ഈ അമീറുൽ ഇസ്ലാം മാത്രമേ ഉള്ളൂ എന്ന് അമ്മ വിശ്വസിക്കുന്നുണ്ടോ എന്നതായിരുന്നു എൻ്റെ ചോദ്യം. എന്തായാലും മകൾക്ക് നീതി കിട്ടി എന്ന് തന്നെയാണ് അമ്മ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടാകാമോ എന്നൊരു ചോദ്യം അപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട്. ഈ അമീറുൽ ഇസ്ലാമിന് ഈ മകളോട് പ്രത്യേകിച്ച് വിരോധമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉണ്ടെങ്കിൽ തന്നെ അതൊരു കൊലപാതകത്തിലേക്ക് പോകാനുള്ള കാരണമായിരുന്നില്ല. പക്ഷേ എല്ലാ തെളിവുകളും അമീറുൽ ഇസ്ലാമിനെതിരായിരിക്കുന്നു. കോടതി വധശിക്ഷ വിധിച്ചിരിക്കുന്നു ആ അർത്ഥത്തിൽ തന്നെ. പക്ഷേ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിരിക്കാനുള്ള സാധ്യത ഇപ്പോഴും അമ്മ കണക്കാക്കുന്നുണ്ടോ? ഇവിടെ നിയമം, പോലീസ് എല്ലാവരും പറയുന്നത് അമീർ ഇസ്ലാം എന്നാണ്. അമീർ ഇസ്ലാമാണ് ചെയ്തിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ പുറമേ നിന്നും പലരും പലതരത്തിലും സംസാര വിഷയങ്ങളുണ്ട്. ഇത്രയും ക്രൂരമായിട്ടൊക്കെ ചെയ്തത് ഒരാൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമാണെന്ന് എന്നോട് പലവരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റ് ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടണം, തെറ്റ് ചെയ്യാത്തവർ ശിക്ഷിക്കപ്പെടരുത്. സത്യസന്ധതയോട് വേണം ആണ് ഈ നിയമം കയ്യിലെടുത്തേക്കണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ ജുഡീഷ്യൽ കോടതി സത്യസന്ധതയോടുകൂടിയാണ് ഇത് പറയുന്നതും എന്ന് വിശ്വസിച്ചാണ് ഞാൻ ഇത് വിശ്വസിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഇത്രയും വർഷമായിട്ട് എൻ്റെ കൊച്ചിനെ കൊന്നിട്ട് ഇതുവരെ എനിക്ക് നീതി കിട്ടിയില്ല. ഇന്നാണ് എനിക്ക് നീതി കിട്ടിയത്. അമീർ ഇസ്ലാമാണ് കൊന്നിരിക്കുന്നതെന്ന് പൂർണ്ണമായിട്ട് നിയമം പറഞ്ഞതുകൊണ്ട് ഞാൻ ഇത് വിശ്വസിക്കുന്നു. ശരി, അതുകൊണ്ട് ഇന്ന് എൻ്റെ കൊച്ചിന് നീതി കിട്ടിയെന്നുള്ള, കൊച്ചിന്റെ ആത്മാവിന് എൻ്റെ കൊച്ചിനെ കൊന്ന അമീർ ഇസ്ലാമിനെ
അവൻ കൊന്നാണ് ഇവിടെ നിയമം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അമ്മ, അതുകൊണ്ട് Thank you. എന്റെ എന്തായാലും കൊച്ചിനെ കൊന്ന കൊച്ചിന്റെ 8 ആത്മാവിനെങ്കിലും വർഷങ്ങൾക്ക് ശേഷം ഈ നീതി ലഭിച്ചു എന്നാണ് സമാധാനം എനിക്കും സമൂഹത്തിന് മുന്നിൽ സമാധാനം ഒരു ആശ്വാസ വാക്കായി നിൽക്കുന്നു. സമൂഹത്തിന് നീതി മാതൃകയായ ലഭിച്ച് വിധിയെന്നാണ് എന്ന് വിശ്വസിക്കുന്നു. സുപ്രീം കോടതി പറയുന്നത്. ഇനിയും ഒരു നിരാലംബയായ പെൺകുട്ടിയും ഇങ്ങനെ ക്രൂരമായ രീതിയിൽ ജീവൻ ഒടുങ്ങുന്നൊരവസ്ഥയുണ്ടാവരുത്. അഡ്വക്കേറ്റ് NK ഉണ്ണികൃഷ്ണൻ നേരത്തെ ഇവിടെ ഉയർത്തിയ സംശയങ്ങൾക്കുള്ള മറുപടി കൂടി അങ്ങ് പറയുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അതിപ്പോഴും സമൂഹത്തിൽ പബ്ലിക് പ്ലാറ്റ്ഫോമുകളൊക്കെ വളരെ സജീവമായതുകൊണ്ടാണ് ഞാൻ അവരെ ഈ ചർച്ചയിൽ അങ്ങയുടെ മുന്നിലേക്ക് തന്നെ ക്ഷണിച്ചത്. അത്തരം സംശയങ്ങൾക്ക് എന്തെങ്കിലും പ്രസക്തിയുണ്ടോ അഡ്വക്കേറ്റ് NK ഉണ്ണികൃഷ്ണൻ? തീർച്ചയായും മറുപടി പറയാം. എനിക്ക് ഈ മരിച്ചുപോയ പെൺകുട്ടി, കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ അമ്മ രാജേശ്വരി ഈ കേസിലെ സാക്ഷിയായി വിസ്തരിക്കപ്പെട്ട സ്ത്രീയാണ്. അവർ വളരെ തീരെ വിദ്യാഭ്യാസം കുറഞ്ഞ, ഒരു വിദ്യാഭ്യാസം ഇല്ല എന്ന് തന്നെ വേണം പറയാം, അങ്ങനത്തെ ഒരു സ്ത്രീയാണ്. പക്ഷെ ഞാൻ ഇന്ന് ഇപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഏറ്റവും അധികം ബഹുമാനിക്കുന്ന അവരെയാണ്, ഏറ്റവും അധികം. കാരണം നിയമവാഴ്ചയെ അതേപടി അംഗീകരിക്കുകയും ആ കോടതി കണ്ടെത്തിയ സത്യമാണ് സത്യമെന്ന് തുറന്നു പറഞ്ഞ് അതിനോട് യോജിച്ചു നിൽക്കുകയും ചെയ്യുന്ന അവരെക്കാളും ബഹുമാനിക്കാവുന്ന ഒരു വ്യക്തിത്വത്തെ ഞാനിന്ന് കാണുന്നില്ല. ശ്രീ BA ആളൂർ പ്രതിഭാഗത്തിന് വേണ്ടി ട്രയൽ കോർട്ടിൽ ഹാജരായ വക്കീലാണ്. ശ്രീ ഇസ്മായിൽ പള്ളിപ്പുറം, എനിക്കദ്ദേഹത്തെ നേരിട്ടറിയില്ല. അദ്ദേഹം ഇതിനോട് ബന്ധപ്പെട്ട് പല ആക്ഷൻ കൗൺസിൽ ഉണ്ടാക്കിയ ആളാണ്. പക്ഷേ അവർ പ്രതിഭാഗത്തിൻ്റെ വക്കീലിന് പ്രതിഭാഗം വാദം പറയാം, അതിന് നമുക്ക് തർക്കമില്ല. ആക്ഷൻ കൗൺസിലർക്ക് അവരുടെ വാദം പറയാം. പക്ഷെ അവർ പറയുന്നതിലും എനിക്ക് വിഷമമില്ല. കാരണം അവരെക്കാൾ ഉന്നതമായ സ്ഥാനത്തിരിക്കുന്നവർ, ഈ സംസ്ഥാനത്തെ DGP ആയിട്ട് വിരമിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥ തന്നെ ഈ കേസിനെ പറ്റി, അതായത് പോലീസിൽ 30 വർഷത്തിൽ കൂടുതൽ സർവീസ് നടത്തി DGP ആയി വിരമിച്ച് ഈ കേസിൻ്റെ അന്വേഷണം നടക്കുന്ന കാലത്ത് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ADGPയും ഇൻ്റലിജൻസ് ADGPയും ആയി ജോലി ചെയ്തിരുന്ന ഒരു മഹനീയമായ വ്യക്തിത്വം ഈ കേസിൻ്റെ വിചാരണ ഹൈക്കോടതിയിൽ ആരംഭിക്കുന്ന സമയത്തൊരു വീഡിയോ ഇറക്കി. ആ വീഡിയോയിൽ പറയുന്നതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഇവരാരും പറഞ്ഞിട്ടില്ല. ഒരു കേസിൻ്റെ കടലാസ് പോലും നോക്കാതെ, ഒരു കടലാസ് പോലും നോക്കാതെ, യാതൊരു താൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്തിരുന്ന ഒരാളാണെന്നുള്ള ഒരു സത്യം പോലും മറന്നുകൊണ്ട് വസ്തുതകൾക്ക് വിരുദ്ധമായിട്ട് നാട്ടുകാർ പോലും പറയാത്ത, ഒന്നും അറിയാത്ത ആൾക്കാർ പോലും പറയാത്ത കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഒരു DGP ആയിരുന്ന ഒരു മഹനീയ വ്യക്തിത്വം ഒരു വീഡിയോ ഇറക്കി പ്രചരിപ്പിക്കാമെന്നുണ്ടെങ്കിൽ ഇസ്മായിൽ പള്ളിപ്പുറവും BA ആളൂരും പറഞ്ഞതിന് ഒരു മറുപടി തന്നെ അർഹിക്കുന്നില്ല. കാരണം ഈ കേസിൽ പ്രാഥമിക തെളിവുകൾ ഡോക്ടർ അരുൺ പറഞ്ഞതുപോലെ 4 DNA പ്രതിയുടെ കിട്ടി. 2 ചുരിദാർ ടോപ്പ്, 1 നെയിൽ ക്ലിപ്പിങ്, 1 ഡോർ ഫ്രെയിം. ഈ എവിഡൻസ് അതിൻ്റെ പ്രാഥമിക അവസ്ഥയിൽ തന്നെ കളക്ട് ചെയ്തിട്ടുള്ളതാണ്. 29/4/2016 കളക്ട് ചെയ്തു. 2/5/2016 ഇത് കോടതി എത്തിച്ചു. 7/5/2016 ഇത് FSL എത്തിച്ചു. അതിനുശേഷം 12/5/2016 ഈ ചുരിദാർ ടോപ്പിൽ നിന്നും പ്രതിയുടെ DNA രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജിയിൽ പ്രൊഫൈലിംഗ് നടത്തി വേർതിരിച്ചെടുത്തു. അതിനുശേഷം 12/5/2016 ആ ഡേറ്റ് വളരെ റെലവൻ്റാണ്. അതിനുശേഷം 16-ാം തീയതിയാണ്, 16/6/2016, 1.5 മാസത്തിന് ശേഷമാണ് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നത്. പിന്നെ എങ്ങനെയാണ് പ്രതിയുടെ ഇതിൽ എന്തെങ്കിലും ഒരു കൃത്രിമത്വം കാണിക്കാൻ പറ്റുക? എല്ലാ സാധനങ്ങളും പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിന് മാസങ്ങൾക്ക് മുമ്പേ എല്ലാ സാധനങ്ങളും, എല്ലാ മെറ്റീരിയൽസും കോടതിയിലെത്തിക്കഴിഞ്ഞു. പ്രതിയെ അറസ്റ്റ് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ബ്ലഡ് സാമ്പിൾസ് 2 ഗവൺമെൻറ് ഡോക്ടർമാർ കളക്ട് ചെയ്ത് അത് അയച്ചു കൊടുത്ത് അതുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഇതൊരു ഹോൾ സിസ്റ്റത്തെ, നമ്മുടെ സംസ്ഥാനത്തെ ഹോൾ സിസ്റ്റത്തെ സംശയത്തിൻ്റെ മലയിൽ നിർത്തുന്ന ആരോപണങ്ങളാണ് ഈ ഉയർത്തുന്നത്. ഇത് ഈ രക്തസാമ്പിളിനെ കുറിച്ചോ അല്ലെങ്കിൽ DNA പ്രൊഫൈലിനെ കുറിച്ചോ ഒന്നും പ്രതിക്ക് ട്രയൽ കോർട്ടിലോ ഹൈക്കോടതിയിലോ യാതൊരു ആക്ഷേപം ഉണ്ടായിട്ടില്ല. ഇനി വേറെ ആരെങ്കിലുമാണ് ഈ കുറ്റം ചെയ്തതെന്ന നിലയിൽ ഒരാക്ഷേപവും ഉന്നയിച്ചെങ്കിലും അതിന് യാതൊരു അടിസ്ഥാനവുമില്ല. അത് കോടതിയിൽ തെളിഞ്ഞ സംഗതിയാണ്. പിന്നെ പറയാനായിട്ടൊരു പ്രതിക്ക് പ്രതിയുടേതായ ഏത് വാദങ്ങളും പറയാം. പോലീസിലായാലും ഇപ്പോൾ ഇസ്മായിൽ പള്ളിപ്പുറം എന്ന് പറഞ്ഞ അദ്ദേഹം പറഞ്ഞതിനോട് മാത്രമല്ല, പോലീസിൽ തന്നെ എത്രയോ ഉദ്യോഗസ്ഥന്മാർ പറയുന്നു
ഇതിൽ സംശയം തോന്നിയിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ അത് പോലീസിൽ പല ഉദ്യോഗസ്ഥന്മാരും അങ്ങനെ പറയുന്നുണ്ട്, നാട്ടുകാരും പറയുന്നുണ്ട്. പക്ഷേ കോടതിയിൽ സംശയാതീതമായി തെളിയിക്കപ്പെട്ടു. ആ തെളിയിക്കപ്പെട്ട സംഗതി ട്രയൽ കോർട്ട് ഫൈൻഡ് ചെയ്ത സംഗതി ഹൈക്കോടതി ഇപ്പോൾ ശരിവെച്ചിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനെതിരായിട്ട് വളരെ വ്യക്തമായി താങ്കൾ വിശദീകരിച്ചു. ഇസ്മയിൽ, ഇനി ഇതിന്മേലൊരു ചർച്ചയുടെ ആവശ്യം പോലും ഇല്ലല്ലോ. കൃത്യമായി സമയ കാലയളവ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വിശദീകരിച്ചു കഴിഞ്ഞു. 12-ാം തീയതി സാമ്പിൾ ശേഖരിക്കുന്നു. അതിനുശേഷം 16-ാം തീയതി ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാപനത്തിൽ നിന്ന്, രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ആ DNA വേർതിരിച്ചെടുക്കുന്നു. അതിനുശേഷം 1.5 മാസത്തിന് ശേഷമാണ് പ്രതിയെ പിടികൂടുന്നതും ഗവൺമെൻറ് ഡോക്ടർമാരുടെ സാന്നിധ്യത്തിൽ രക്തസാമ്പിളുകൾ എടുക്കുന്നതും. ഇതെല്ലാം ഇനി അട്ടിമറിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അത്രമേൽ സ്വാധീനശേഷിയുള്ള ഒരാൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചാൽ പോലും അത് സാധ്യമാവില്ല. കാരണം നമ്മുടെ നിയമവാഴ്ച ആ പരിധിക്കും അപ്പുറത്തേക്ക് കീഴടങ്ങാൻ വിധിക്കപ്പെട്ടൊരു സംവിധാനമല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇസ്മയിലും അത് ബോധ്യപ്പെട്ടു എന്നാണ് ഞാൻ കരുതുന്നത്. ആ കാലാവധി വളരെ കൃത്യമാണ്. ഉണ്ണികൃഷ്ണൻ പറഞ്ഞ ആ കാലാവധിയുടെ മുന്നിൽ നിങ്ങളുടെ സംശയങ്ങൾ ഇല്ലാതാവുന്നു ശ്രീ ഇസ്മയിൽ. അല്ല അരുൺ, അത് വസ്തുതാപരമല്ല. ഞാൻ വളരെ ആധികാരികമായിട്ട് തന്നെയാണ് വിയ്യൂർ സെൻട്രൽ ജയിലിൽ വെച്ചിട്ട് അമീർ ഇസ്ലാം പറഞ്ഞു. അതായത് സംഭവം നടന്ന ശേഷം ഏകദേശം 2 ആഴ്ചക്കുള്ളിൽ അമീറിനെ ആലുവ പോലീസ് ക്ലബിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. 3 പ്രാവശ്യം ചെന്ന് കണ്ടിട്ടുണ്ട്. ഞാൻ ആധികാരികമായിട്ട് പറയാം ഇസ്മയിൽ, ശരി. പക്ഷേ അപ്പോഴും ഇപ്പോഴും എപ്പോഴും ഒരിക്കൽ പോലും അമീറുൽ ഇസ്ലാം തന്റെ ശരീരത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് രക്തസാമ്പിൾ എടുത്തു എന്നൊരു ആരോപണം ഉന്നയിച്ചിട്ടില്ല. ശരിയല്ലേ? നമ്പർ 2, അങ്ങനെ പ്രതി തന്നെ ഒരു സാക്ഷ്യപ്പെടുത്താത്തിടത്തോളം കാലം നമുക്കെങ്ങനെ അനുമാനിക്കാൻ കഴിയും? നമ്പർ 2, ഈ രക്തസാമ്പിളുകൾ ശേഖരിച്ചിരിക്കുന്നത് കൃത്യം നടന്നതിൻ്റെ പിറ്റേ ദിവസമാണ്. അതിന് 2 ആഴ്ചക്കുള്ളിൽ ഈ രക്തസാമ്പിളുകൾ DNA വേർതിരിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മളുടെ സംശയം അസ്ഥാനത്താവും സ്വാഭാവികമായും. ഇസ്മയിൽ, സംശയിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. പക്ഷേ നിയമവാഴ്ചയുടെ അടിസ്ഥാനത്തിൽ വിധിന്യായം വന്ന് കൃത്യമായി തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ ആ സംശയം അപ്രസക്തമാകും. അത്രയേ ഉള്ളൂ. അല്ല അരുൺ, ഒന്ന് സമയം തരുമോ? എനിക്ക് സമയം അവസാനിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇതിലേതെങ്കിലും ഞാൻ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒന്ന് ഖണ്ഡിക്കാനുണ്ടെങ്കിൽ ഞാൻ അങ്ങേക്ക് സമയം തരാം. ഒന്നുകിൽ അമീറുൽ ഇസ്ലാം തന്നിൽ നിന്ന് രക്തമെടുത്തു എന്ന് പറഞ്ഞു എന്ന് താങ്കൾക്ക് പറയാൻ കഴിയുമെങ്കിൽ, അതല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ സൂചിപ്പിച്ച കാലാവധി തെറ്റാണെന്ന് അങ്ങേക്ക് പറയാൻ കഴിയുമെങ്കിൽ. അല്ല, ജിഷ ശങ്കർ ഈ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ കക്ഷി ചേരാൻ വേണ്ടി പോകുന്നുണ്ട് ആ കേസുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ ആ വിഷയങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പുസ്തകം തയ്യാറാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. 1% പോലും ഈ പ്രതിയിലേക്ക് എത്തുന്ന എല്ലാം ക്രിയേഷനാണ്. ഓക്കെ, താങ്ക് യു ഇസ്മയിൽ. എന്തായാലും സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ പോകുകയാണ്. ജിഷ ആക്ഷൻ കൗൺസിൽ, ക്ഷമിക്കണം, ആ പെൺകുട്ടിയുടെ പേരിലുള്ള ഒരു ആക്ഷൻ കൗൺസിൽ അവർ അങ്ങനെയാണ് പേരിട്ടിരിക്കുന്നത്. ജെ എന്ന് മാത്രമേ നമുക്ക് ആ പെൺകുട്ടിയെ വിശേഷിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അറിയാതെ ഇതിൽ ഈ പെൺകുട്ടിയുടെ ഐഡന്റിറ്റിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിന് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു. പെരുമ്പാവൂരിലെ പെൺകുട്ടി ഇനി ജെ എന്നറിയപ്പെടും. നമുക്ക് അവൾ പെരുമ്പാവൂരിലെ നിർഭയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അമ്മ എന്തോ പറയാൻ വന്നു. അമ്മ അങ്ങോട്ടൊന്ന് പറയാൻ. അമ്മ പറഞ്ഞോളൂ. കേൾക്കാം അമ്മ. ഹലോ, കേൾക്കാം അമ്മ, പറഞ്ഞോളൂ. അമ്മയ്ക്ക് എന്തോ പറയാനുണ്ട്. ഇവിടെ നിയമം കേൾക്കാം. എനിക്ക് നിയമം ഇവിടെ കോടതി ജുഡീഷ്യൻ പറയുന്നതിലാണ് എനിക്ക് അംഗീകരിക്കാൻ പറ്റുള്ളൂ. ഇത്രയും കാലം എൻ്റെ കൊച്ചിനെ കൊന്നിട്ട് ഇന്ന് വരെ നീതി കിട്ടാതെ ഇരുന്ന് ഇപ്പോ അമീർ ഇസ്ലാമിനെ കൊല്ലാൻ തുടങ്ങിയപ്പോഴത്തേക്കും അവനെ രക്ഷിക്കാനായിട്ട് ആളുകൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് എത്രയും വേഗം അമീർ ഇസ്ലാമിനെ ഒരു ദിവസം മുമ്പെങ്കിലും അവനെ തൂക്കിക്കൊല്ലണം. കാരണം ഇതിനു മുമ്പേ പറഞ്ഞതാണ്, എൻ്റെ കൊച്ചു മരിച്ച് അന്ന് ഇതിനു മുമ്പ് കോടതിയിൽ അവനെ പിടിച്ച് അവനെ കേസിന് കൊണ്ടുവന്നപ്പോ അന്ന് വിധി പറഞ്ഞതാണ് എത്രയും വേഗം ഇവനെ തൂക്കിക്കൊല്ലാൻ വിധി എഴുതിയതാ. ഇപ്പൊ ഇത്രയും വർഷമായിട്ടും എൻ്റെ കൊച്ചിന് വേണ്ടി, അതിൻ്റെ ആത്മാവിന് വേണ്ടി ഞാൻ മിറ്റത്തും വഴിയിലും ഒക്കെ കിടന്ന് എൻ്റെ പിള്ളേ ഞാൻ പിരിയാതെ ജീവിച്ചതാ. ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാനും പിരിയാനും എൻ്റെ കൊച്ചില്ലാതെ എനിക്ക് ജീവിക്കാൻ പോലും പറ്റില്ല. അതേപോലെ ഞാൻ തളർന്ന അവശതയിലായിക്കൊണ്ട് എന്റെ ജീവിതം എന്റെ കൊച്ചു മനസ്സിലാവുന്നു അമ്മ. എന്തായാലും നീതി കിട്ടി എന്നതിൽ നമുക്ക് ആശ്വസിക്കാം. ഇനി ഇത്രയും തെളിവുകൾ ശക്തമായിരിക്കുന്നു. ആ ശക്തമായ ശാസ്ത്രീയ തെളിവുകളെ അതിജീവിക്കാനുള്ള ഒന്നും തന്നെ നമ്മുടെ മുന്നിലില്ല. ഈ ചർച്ചയിൽ ആർക്കും അത് മുന്നോട്ട് വയ്ക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നന്ദി അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണൻ. ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ പ്രോസിക്യൂഷനും ഒപ്പം തന്നെ ഈ കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കും. കൊല്ലപ്പെട്ട വിദ്യാർത്ഥിനിയുടെ അമ്മ അഡ്വക്കേറ്റ് BA ആളൂർ, ഇസ്മയിൽ പള്ളിപ്പുറം ആക്ഷൻ കൗൺസിൽ ജനറൽ കൺവീനർ നമുക്കൊപ്പം ഈ ചർച്ചയിൽ ചേർന്നത്.
Debate with Arun Kumar.